ഹലോ, ഞാൻ ഷീബ ചേച്ചി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെതാണ് കേട്ടോ. വൈകുന്നേരത്തോ രാവിലെയോ ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയതാണേ. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഫാമിലി ഇപ്പോൾ 15K കഴിഞ്ഞു. എല്ലാവരുടെയും ആ വലിയേറിയ സപ്പോർട്ടിന് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തത് 1 കപ്പ് റവയാണ് കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ 1 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് കനം കുറച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് ആ റവയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ് കേട്ടോ. ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം മാറ്റിയ ശേഷം ഒരു 15 ഈന്തപ്പഴം, ചെറുതായതുകൊണ്ട് 15 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല വലിയതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. ചിരകിയ തേങ്ങ, ഫ്രഷായിട്ട് ചിരകിയ തേങ്ങ എടുക്കണേ. ഫ്രിഡ്ജിൽ വെച്ചൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു 3 ഏലക്ക തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അരി ഉണ്ടല്ലോ, അത് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പം ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് കൂടെ പാകത്തിനുള്ള ഉപ്പ്, അധികം ഉപ്പ് വേണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ആ ഈന്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ. മധുരം വേണ്ടവർ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കട്ടിക്കാണ് ഞാൻ ആദ്യം അരച്ചെടുത്തിട്ടുള്ളത്. അധികം വെള്ളം ഒഴിക്കരുത്. നമുക്ക് ആ ക്യാരറ്റും ഈന്തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണമല്ലോ, അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കാതെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ട് ഈസ്റ്റ് കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവത്തിനാണ് ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇനി ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ നേരം ഒന്ന് ഫെർമെൻ്റ് ആകാൻ. അധികം വല്ലാതെ ഇങ്ങ് പൊങ്ങിയൊന്നും വരത്തില്ല കേട്ടോ. നമ്മൾ വളരെ കുറച്ച് ഈസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഈ ഒരളവിൽ. ഇനി അത് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മാവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഫെർമെൻ്റായി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അത് സ്റ്റീമറിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ തേച്ചിട്ട് അതിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്നില്ലേ, പക്ഷേ വട്ടയപ്പത്തിൻ്റെ ടേസ്റ്റിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ മധുരം വേണ്ടവർ ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാനിത് വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ മധുരം ഞങ്ങൾ വളരെ ഷുഗർ കട്ടായിട്ടുള്ളതുകൊണ്ടാണ് മധുരം ചേർക്കാത്തത്. ഇവിടെ ഒരു 10-12 മിനിറ്റ് നേരം നമുക്ക് സ്റ്റീം ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ടൂത്ത് പിക്കോ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്ത് നോക്കാം ആദ്യം. അപ്പോൾ ഇവിടെ കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. മാവൊന്നും അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലായിരുന്നേ. ഇനി തണുത്ത ശേഷം നമുക്ക് ആ പ്ലേറ്റിൽ നിന്ന് ഇളക്കി ഇതുപോലെ മറ്റൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഞാനങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്. ഇതിൽ ഓയിലോ യാതൊന്നും വരുന്നില്ല, പഞ്ചസാരയൊന്നും ചേർക്കാത്തതുകൊണ്ട് വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ച് നമുക്കത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികളും വലിയവരും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ല നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളൂ. ഈന്തപ്പഴവും ക്യാരറ്റും ഒക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനി നമ്മൾ ഇപ്പം ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും നട്ട്സുകൾ ഒക്കെ ഒന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ പൊടിക്കാതെയോ എല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരും വളരെ ഇമ്പ്രസ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നട്ട്സ് ഇപ്പം വെച്ച് കൊടുത്തില്ല. അതിനുശേഷം ഞാൻ വെറുതെ ഒന്ന് നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.